വേൾഡ് മലയാളി ഫെഡറേഷന്റെ ബാങ്കോക്ക് കൺവെൻഷൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 27-28 തീയതികളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 164 രാജ്യങ്ങളിൽ നിന്നായി 400ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ലോക മലയാളികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രമുഖ പ്രവാസി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷന്റെ 4ാം ആഗോള സമ്മേളനം തായ്ലൻഡിൽ നടക്കും. 2024 ജനുവരി 27-28 തീയതികളിലായി ബാങ്കോക്ക് അംബാസഡർ ഹോട്ടലാണ് സമ്മേളനത്തിന് വേദിയാവുക. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. സന്നദ്ധ സേവനം സാമൂഹ്യക്ഷേമത്തിന് എന്നതാണ് സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന ആശയം. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നി ജീവകാരുണ്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, വയോജന ശിശു സംരക്ഷണം, പ്രകൃതി സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടന ഇതിനോടകം കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ മലയാളിക്ക് ഈ സംഘടന കൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒത്തിരി പേര് പഠിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ജോലി തട്ടിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടുന്ന സംഭവമുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, അത് ചിലപ്പം ആഫ്രിക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക ആയിക്കോട്ടെ, ഏഷ്യ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാൻ പറ്റും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഈ പറയുന്ന എംപ്ലോയർ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നെറ്റ്വർക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. കൺവെൻഷനിൽ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, കലാ, സിനിമാ, വ്യവസായ, ശാസ്ത്രമേഖല എന്നിവയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. അതതു മേഖലയിൽ മികവ് പുലർത്തിയവർക്ക് എക്സലൻസി അവാർഡുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ സമ്മേളനം ലോക മലയാളികൾക്കിടയിൽ മികച്ച മാതൃകയാകുമെന്നും സംഘാടകർ അറിയിച്ചു. മാതൃഭൂമിയാണ് ദിവത്സര ഗ്ലോബൽ കൺവെൻഷന്റെ മീഡിയ പാർട്ട്ണർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.